ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തടവിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് നീക്കം. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്തേക്കും. ഫെബ്രുവരി 2-ന് കട്ടളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായി 90 ദിവസം പിന്നിടും. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, സ്വാഭാവിക ജാമ്യം പോറ്റിക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ കൂടുതൽ പോറ്റിയെ കുരുക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണോ പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്? സ്വർണ്ണ കവർച്ചാ കേസിൽ തടവിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള പോലീസ് നീക്കം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി 2-ന് കട്ടളപ്പാളി കേസിൽ 90 ദിവസം കഴിയുകയാണ്. ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോലീസ് നീങ്ങുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ചെക്ക് കേസുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ പോറ്റിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട്. ഈ കേസുകളൊക്കെ തന്നെയും വീണ്ടും എടുത്ത് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് പോറ്റിക്ക് ജാമ്യം ലഭിച്ചൊരു സാഹചര്യമുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ കൂടി പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തടയുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരാരി ബാബുവിന് ഉൾപ്പെടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഈ നീക്കം എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പോലീസ് ഇത്തരത്തിലുള്ള നീക്കവുമായി വരുന്നു. രോഹിണി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നതെങ്കിൽ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വീണ്ടും കേസുകൾ വരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പരാതികൾ അന്വേഷിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം നീങ്ങുന്നത് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. രോഹിണി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എന്തുകൊണ്ട് എത്തുന്നില്ല എന്നൊരു പ്രധാന ചോദ്യമാണ് വരുന്നത്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പോലും പാർട്ടി ഭയപ്പെടുന്നൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിന്റെ സാഹചര്യം എന്താണ്? നമുക്കറിയാം, കൃത്യമായി പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ ആദ്യഘട്ടത്തിൽ പത്മകുമാറിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിരുന്നു. തനിക്ക് മാത്രം ഒറ്റയ്ക്കായി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നൊരു പ്രതികരണത്തെ പാർട്ടി ഭയക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു നീക്കവുമായി പോലീസിനെ കരുനീക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ തിരുവനന്തപുരം ജില്ലയിലുള്ള വിവിധ കേസുകൾ അല്ലെങ്കിൽ വിവിധ പരാതികൾ അന്വേഷിക്കുവാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. സ്വാഭാവിക ജാമ്യം തടയുക എന്നൊരു ലക്ഷ്യം ആണ് നിലവിലുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒക്കെ ജയിലിൽ കിടന്നാൽ ഉന്നതരിലേക്ക് ഈ കേസ് അന്വേഷണം എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.